ഹലോ മീഡിയ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അപ്പം ഇന്ന് ഞാൻ വീഡിയോ കാണിക്കാൻ വന്ന വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ മെറ്റഡോർ റൂട്ടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മുടെ കട്ടക്കളത്തിൽ തന്നെ ഇട്ടാട്ടോ വണ്ടി പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ചേക്കണേ. അപ്പോൾ അവിടെ സുധാകരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ വണ്ടി ഇവിടെ തന്നെ ഇട്ട് ചുവരണ്ടാവുന്നിടത്തെല്ലാം ചുരണ്ടി, മാന്താവുന്നിടത്തെല്ലാം മാന്തി അത്യാവശ്യം മെനയാക്കാനുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനപ്പോൾ ഇപ്പോൾ ഇത് വണ്ടിയുടെ ഈ ഡോറിൻ്റെ ഡോർപ്പാട് ഞാനിപ്പോൾ അഴിച്ചു കൂട്ടും. കണ്ടോ, ഞാൻ ഉദ്ദേശിച്ചത് മൊത്തം പോയി കിടക്കുവാന്ന് ഓർത്തെ. പക്ഷേ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഡോർപ്പാട് അഴിച്ചെടുത്തു. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ചെയ്ത് വരാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇവിടെയൊക്കെ തുരുമ്പുണ്ടായിരുന്ന എല്ലാം വെൽഡ് ചെയ്ത് ഇവിടെ ബീഡിങ് ഇടാനുള്ള കേട്ടോ. അതിനുള്ള സ്പേസാണ് ഇവിടെ വരുന്നത്. ഇതേ കൂട്ട് ബീഡിങ് വരും. ഇത് അയച്ചു വെച്ചേക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കയറ്റി ഫിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ പെയിൻറ്റ് കയറണം എന്നുള്ളത് കൊണ്ടും ഇത് മൊത്തം അഴിച്ചേക്കാൻ തീരുമാനിച്ചു. കാരണം ഒരു പരീക്ഷണം നടത്തിയതാണ് ഈ സംഭവം. ഈ ബീഡിങ്ങുകൾ ഇതിൻ്റെ അകത്ത് സ്യൂട്ടാകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തായാലും കറക്റ്റായിട്ട് സ്യൂട്ടാകുന്നുണ്ടെന്നുള്ളൊരു മനസ്സിലായപ്പോൾ ഒരു സമാധാനം. കണ്ടോ, നല്ല ടൈറ്റായിട്ട് തന്നെ കയറിയിരിക്കണ്ട കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി പെട്ടി സൈഡിലേക്ക് കയറ്റണം. അങ്ങനെ ചെറിയ പണികളൊക്കെ വണ്ടിക്ക്. ഞാനിത് ഇവിടെ ഇരുന്ന് വയ്യ കുത്തി ചുരണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അടിയിലേക്ക് വെള്ളം ചേർക്കണമുണ്ടോ? ഈ വെള്ളം ചേർന്നത് എവിടെയാണെന്ന് അറിയാൻ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് കെട്ടിക്കിടക്കണ വെള്ളം കേട്ടോ. അതിന് ചെറിയ പൊത്തോളം എന്തെങ്കിലും കാണും, നോക്കട്ടെ. ഇതാണ്, ഇത് മൊത്തം തുരുമ്പാട്ടോ. കട്ട പിടിച്ചിരിക്കുക തുരുമ്പ്. പക്ഷേ സ്റ്റീൽ ബോഡി ആയിട്ട് സ്റ്റീലാണ് തോന്നുന്നു കേട്ടോ. അലുമിനിയം പോലത്തെ ഒരു ഫേസായത്. പെയിൻറ്റ് കയറി പിടിക്കാത്ത കണ്ടോ. അപ്പോൾ എന്നെ തിളക്കുക നോക്കി കണ്ടോ. അപ്പോൾ ഈ സാധനം തുരുമ്പെടുക്കില്ല കേട്ടോ. ഇതപ്പോൾ മേളിൽ നിന്ന് അകത്തുനിന്ന് എവിടെ നിന്ന് ചാടിയേക്കണ തുരുമ്പുകളായത് കണ്ടില്ലേ. വെള്ളം പോകാനൊക്കെ തുളയുണ്ടായിരുന്നേ കേട്ടോ. കണ്ടോ, കുത്തി തുറന്ന് വിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോഴേക്കും വെള്ളം പൊക്കുള്ളൂ. അടി തുളയിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ തുളയിൽ കൂടെ ഇതിൻ്റെ അകത്ത് വെള്ളം കിടപ്പുണ്ട്. ആ വെള്ളമാണ് ഈ പോകുന്നത്. ഈ മഴ പെയ്യുമ്പോഴേക്കും ബീഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ചേർന്ന വെള്ളം. ഇവിടെയൊക്കെ കുറച്ച് കുശിത്ത് പോയിട്ടുണ്ട് കണ്ടോ. ഇപ്പം പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പോയിരിക്കുന്ന ഭാഗമെല്ലാം കുത്തി തുറന്ന് കൊടുത്തില്ല കേട്ടോ എൻ്റെ പരിപാടി. കാരണം ഇതെല്ലാം വൃത്തിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി. ഭയങ്കര പണിയിലാട്ടോ യാസിനി. ഓടി കിടന്ന പണിയാണ്. ഇതിൻ്റെ സൈഡിലെ ബ്രേക്ക് ലൈറ്റ് അഴിക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഏതാണ്ട് 90s സെയിം സ്ക്രൂ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് അഴിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കഷ്ടപ്പെട്ട് അഴിച്ചുകൊണ്ടിരിക്കണു. ഇത് കണ്ടോ, ഇവിടെ ഞങ്ങൾ തുളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു തുള വന്നു കേട്ടോ. ഇവിടെ ഒരു മെറ്റഡോർന്ന് എഴുതി അതിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ താഴത്തേക്ക് നമ്പറിലേക്ക് വന്ന ലൈറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിരുന്ന സ്ഥലമാണ്. അഴിച്ചപ്പോഴേക്കും അഴിഞ്ഞോ യാസിനിപ്പം തീ പോലെ പറന്നാട്ടോ നിൽക്കണേ. കഴിക്കാൻ പറ്റുമോ? ഇതിനെ കൊണ്ട് സാധിക്കും. അത് അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേച്ചാൽ മതി. ഇവിടത്തെ ഉണ്ടോ അകത്തിട്ടിട്ടേക്കണേ. ഈ സാധനം നോക്കാതെ അരിപ്പയാണ് ഇത്. സെറ്റാണോ മേടിച്ചിട്ടാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടെന്ന് പോയി നോക്കണം. സെറ്റല്ലെങ്കിൽ നമ്മൾ വെള്ള പെയിൻ്റ് അടിച്ച് വയ്ക്കും കേട്ടോ. ഓ എന്താ പോനെ, ഈ എടുത്താൽ കിട്ടും. കിടക്കട്ടെ. ഈ ഒരു പീസ് ഒന്ന് കുട്ടിയിട്ടടയ്ക്കാൻ പറ്റുമായിരുന്നു, ഞങ്ങളങ്ങനെ ചെയ്തേനെ. പക്ഷേ തകർന്ന് കട്ടിയില്ലാത്തതുകൊണ്ടും സ്ക്രൂ ചെയ്യേണ്ട, പിന്നെ പൊളിഞ്ഞു വരും. ഇവിടെ ഒരു സ്ക്രൂ വരുന്ന സ്ഥലം കേട്ടോ. പിന്നെ ഇവിടെ ആയിരുന്നു പറഞ്ഞോ. പിന്നെ ഇവിടെ
നമ്പർ പ്ലേറ്റൊക്കെ അടിച്ചു. ചെറിയ തോതിൽ പ്രൈമർ അടിച്ചിട്ടേക്കും. ഇനി വേണം പുട്ടിയിടാൻ. അതിന് വേണ്ടിയുള്ള പരിപാടിയിലാട്ടോ മൊത്തം അഴിച്ചു. ഇവിടെ ഒരു പൊത്തുണ്ട്, അത് ഞാൻ പണ്ട് MC-യിലും വെച്ച് അടച്ചു വെച്ചിരുന്ന കേട്ടോ. അതാ ചേട്ടൻ കണ്ടുപിടിച്ചു. പുള്ളിട്ടോളോ? ബോൾട്ടൊന്നും അയ്യനില്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റോട്ടോ. ഗ്ലാസ് ബീഡിങ്ങൊക്കെ അഴിച്ചു കേട്ടോ, അല്ല ഗ്ലാസ്സൊക്കെ അഴിച്ചു കേട്ടോ. ഇവിടെ നല്ല സൂപ്പറായിട്ട് വീണ്ടെടുക്കാനുള്ള. അപ്പോഴേക്കാണ് ബാക്കിയിലത്തെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന തുള അതൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് അണ്ണം വന്നു കേട്ടോ. തീ പിടിക്കുന്നു. വണ്ടി ഇങ്ങനെ പണിയാണ് കാണുമ്പോഴത്തേക്കും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അതുകൊണ്ട് രാവിലെ ഒന്നും ഇരിക്കുക. വണ്ടിക്കകത്ത് സീറ്റൊക്കെ അഴിച്ചു വെച്ചു. അവിടെയൊക്കെ യാത്തിനിപ്പി ഈ ഒരു സീറ്റിൽ ഞാനും ഇരിക്കും കേട്ടോ. ഒരു പ്രത്യേക രസം. ഉള്ളിലൊരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഡോർപാട് പോലത്തെ. അത് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ കേട്ടോ. ഇത് കണ്ടോ, തുരുമ്പാലോ. കിലോ കണക്കിന് തുരുമ്പുണ്ട് കേട്ടോ. എലിയൊക്കെ കൂട്ടിയതായിരുന്നു. ഇത് എണ്ണ പീസാണോ? ഹസിനിപ്പി ഭയങ്കര ആത്മാർത്ഥതയിലാട്ടോ. പറഞ്ഞപ്പോ നിന്നു. ഷാനൊക്കെ പറഞ്ഞാൽ യാസീൻ തീയാട്ടോ, പെട്ടെന്ന് കഴിയോട്ടോ. പതുക്കെ പിടിക്കണം, അവിടെ തുളയായിരുന്നേ. മറ്റേ സാധനം വേണോ? സ്ക്രൂ ഡ്രൈവർ ആണോ? നോക്കാം. ആ എടാ മണ്ട, അതാണ് കഴിക്കണ്ടേ. അതഴിച്ചിട്ടല്ലേ കപ്പ അഴിച്ചെടുക്കണേ. അതഴിച്ചിട്ട് വേണം തിരിച്ചിട്ട്. ഊരി എടുക്കണമെങ്കിൽ ആ സ്ക്രൂ അഴിച്ചു വരുന്നു അല്ലേ? ആ എല്ലാത്തിലും സ്ക്രൂ അഴിച്ചു വിട്ടേക്കോടാ. ആ ഇതിന്നുണ്ടോ? ഇത് കയറൂല അതിന്നല്ല അതിന്ന്. എന്തായാലും പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഉച്ചയ്ക്ക് നന്നായിട്ടിരുന്ന് പണിയെടുക്കാനുള്ള കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വീടെടുക്കുന്ന സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നാളെ ഇതിൻ്റെ അപ്ഡേഷൻ എന്നുള്ളത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം. എന്നാലും മിക്കവാറും പണി ഏകദേശം പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷായ ശേഷമായിരിക്കും ഇനി വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും നോക്കാം. എന്തായാലും അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കും. വീണ്ടും കാണാം. അതുവരെ ബൈ.